ശാസ്ത്രരംഗത്തെ രാജ്യത്തിന്റെ വളർച്ച ഓരോ ഭാരതീയനും അഭിമാനകരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആക്സിയം 4 ദൗത്യത്തിന്റെ വിജയവും ശുഭാൻഷു ശുക്ലയുടെ മടങ്ങിവരവും മൻ കി ബാത്തിൽ പരാമർശിച്ച് പ്രധാനമന്ത്രി. തമിഴ്നാട്ടിൽ 4900 കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച നരേന്ദ്രമോദി. CPM-ൽ വീണ്ടും ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം. VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു വനിതാ നേതാവ് ഉന്നയിച്ചെന്ന വെളിപ്പെടുത്തലുമായി സുരേഷ് കുറുപ്പ്. പ്രസ്താവന തള്ളി സംസ്ഥാന സമിതി അംഗം ചിന്താ ജെറോം. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് വിശദീകരണം. സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ മഴയുടെ ശക്തി കുറയും. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഡാമുകൾ തുറന്നു, ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. പത്തനംതിട്ടയിൽ ഒഴുക്കിൽപ്പെട്ട് 2 മരണം, ഒരാളെ കാണാതായി. കണ്ണൂർ, കാസർഗോഡ് തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. കനത്ത മഴയിലും കാറ്റിലും കെടുതി രൂക്ഷം. കുട്ടനാട് താലൂക്കിൽ നാളെ അവധി. കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSEBയുടെ റിപ്പോർട്ട് തള്ളി വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. വീഴ്ച പറ്റിയവരുടെ പേര് പറയണമെന്ന് നിർദ്ദേശം. സംസ്ഥാനത്ത് പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് 2 മരണം. മരിച്ചത് പാലക്കാട് കൊടുമ്പ് സ്വദേശി മാരിമുത്തുവും മലപ്പുറം വേങ്ങര സ്വദേശി അബ്ദുൾ വദൂത്തും. ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോഴും കാലപ്പഴക്കം ചെന്ന സ്കൂൾ കെട്ടിടങ്ങൾ മാറ്റാൻ നടപടിയില്ല. തൃശൂർ മച്ചാട് വട്ടേക്കാട് നാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് സ്കൂളിലെ കെട്ടിടം നിലം പതിക്കാറായ നിലയിൽ. 65 വർഷം പഴക്കമുള്ള കെട്ടിടം പൊളിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് പ്രദേശവാസികളും രക്ഷിതാക്കളും. ടോപ് 10 സ്പെഷ്യൽ. ദേശീയ വിദ്യാഭ്യാസ സഭയ്ക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ തുടക്കം. മനുഷ്യനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിപ്പിക്കാൻ പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസമെന്ന് ജ്ഞാനസഭ ഉദ്ഘാടനം ചെയ്ത RSS മേധാവി മോഹൻ ഭഗവത്. കേരള ഗവർണർക്കൊപ്പം വേദി പങ്കിട്ട് കാലിക്കറ്റ്, കേരള, കണ്ണൂർ കുഫോസ് VC-മാർ. തിരുവനന്തപുരം DCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല N ശക്തന്. ചെയ്യാത്ത തെറ്റിന് പാലോട് രവി ശിക്ഷ അനുഭവിച്ചുവെന്നും ചില വാക്കുകൾ ഒഴിവാക്കേണ്ടിയിരുന്നുവെന്നും ശക്തൻ. വിവാദ ഫോൺ സംഭാഷണത്തിൽ പാലോട് രവിക്കെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യത. ഇംഗ്ലണ്ടിനെതിരായ 4ാം ടെസ്റ്റ് സമനിലയിലേക്ക്. ഇന്ത്യക്ക് 2ാം ഇന്നിംഗ്സ് ലീഡ്. ഗില്ലിന് സെഞ്ചുറി. ഇന്ത്യക്ക് 4 വിക്കറ്റ് നഷ്ടം. വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ 2ാം മത്സരത്തിലും സമനില. ഇന്ത്യൻ താരങ്ങളായ ദിവ്യ ദേശ്മുഖും കൊനേരു ഹംപിയും നാളെ ടൈ ബ്രേക്കറിൽ ഏറ്റുമുട്ടും. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസും CPM-ഉം. BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് സംഘപരിവാർ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെന്ന് VD സതീശൻ. മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചത് പ്രാകൃത നടപടിയെന്ന് സണ്ണി ജോസഫ്. നീതി ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. സ്റ്റോറി ഓഫ് ദ ഡേ. ആദികൾ മാറ്റാൻ ആടിവേടൻ. വാർത്തകൾ വിശദമായി സമഗ്രമായി നോക്കാം. ശാസ്ത്രരംഗത്തെ വളർച്ച ഓരോ ഭാരതീയനും അഭിമാനകരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രോഗ്രാമായ മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആക്സിയം 4 ദൗത്യത്തിന്റെ വിജയത്തെക്കുറിച്ചും ശുഭാൻഷു ശുക്ലയുടെ മടങ്ങിവരവിനെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. ശാസ്ത്ര, സാങ്കേതിക, കായിക രംഗത്ത് രാജ്യം മുന്നേറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4900 കോടി രൂപയുടെ വികസന പദ്ധതികളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. തിരുച്ചിറപ്പള്ളിയിലെ ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിലും ദർശനം നടത്തി. തൂത്തുക്കുടിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. വിമാനത്താവളങ്ങൾ, ഹൈവേകൾ, തുറമുഖങ്ങൾ, റെയിൽവേ, വൈദ്യുതി എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളെ 4900 കോടി രൂപയുടെ പദ്ധതികൾ ബന്ധിപ്പിക്കും. പ്രധാന വികസനങ്ങളിലൊന്നായി തൂത്തുക്കുടി വിമാനത്താവളത്തിലെ 450 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ നട്ടെല്ലാണ് അടിസ്ഥാന സൗകര്യങ്ങളും ഊർജവുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
പുതുതായി ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ തൂത്തുക്കുടിയെയും തമിഴ്നാടിനെയും മെച്ചപ്പെട്ട കണക്ടിവിറ്റിയുടെയും അവസരങ്ങളുടെയും കേന്ദ്രങ്ങളാക്കി മാറ്റും. മേക്ക് ഇൻ ഇന്ത്യയുടെയും മിഷൻ മാനുഫാക്ചറിംഗിന്റെയും പ്രാധാന്യം അടിവരയിട്ട് പറഞ്ഞ പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ദൂറിൽ ശത്രുലക്ഷ്യങ്ങളെ നിർവീര്യമാക്കുന്നതിൽ ആഭ്യന്തരമായി നിർമ്മിച്ച ആയുധങ്ങളുടെ പങ്ക് വ്യക്തമാക്കി. ഉച്ചയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗംഗൈകൊണ്ട ചോളപുരത്ത് എത്തിയത്. ബൃഹദീശ്വര ക്ഷേത്രത്തിലും മോദി സന്ദർശനം നടത്തി. പരമ്പരാഗത തമിഴ് വേഷത്തിലാണ് മോദി ക്ഷേത്രത്തിലെത്തിയത്. അരിയല്ലൂർ ജില്ലയിൽ ആടിത്തിരുവാതിര ഉത്സവത്തിന്റെ സമാപന ചടങ്ങിലും മോദി പങ്കെടുത്തു. സംഗീതജ്ഞൻ ഇളയരാജയുടെ സിംഫണി ചടങ്ങിലെ മറ്റൊരു സവിശേഷതയായിരുന്നു. രാജേന്ദ്ര ചോളൻ ഒന്നാമൻ തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് ഐതിഹാസികമായ സമുദ്ര പര്യവേക്ഷണം നടത്തിയതിന്റെയും ബൃഹദീശ്വര ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയതിന്റെ 1000 വർഷം പൂർത്തിയാകുന്നതുമായും ബന്ധപ്പെട്ട ചടങ്ങിൽ മോദി മുഖ്യാതിഥിയായി. രാജേന്ദ്ര ചോളനോടുള്ള ആദരസൂചകമായി സ്മാരക നാണയം പുറത്തിറക്കി. ചോള രാജവംശത്തെ പ്രശംസിച്ച് സംസാരിച്ച മോദി രാജരാജ ചോളന്റെയും അദ്ദേഹത്തിന്റെ മകൻ രാജേന്ദ്ര ചോളന്റെയും പ്രതിമകൾ തമിഴ്നാട്ടിൽ സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചു. ക്ഷേത്ര സന്ദർശനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി റോഡ് ഷോയിലും പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട 600-ലധികം പുരാവസ്തുക്കൾ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നായി BJP സർക്കാർ കണ്ടെത്തിയിട്ടുണ്ടെന്നും അതിൽ 30ഓളം വസ്തുക്കൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവയാണെന്നും മോദി പറഞ്ഞു. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തിരുവനന്തപുരം സമ്മേളനത്തിന് പിന്നാലെ ആലപ്പുഴയിലും VS-നെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം യുവ നേതൃത്വം ഉയർത്തിയെന്ന് വെളിപ്പെടുത്തൽ. 2015 ആലപ്പുഴ സമ്മേളനത്തിൽ VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് ഒരു കൊച്ചു പെൺകുട്ടി പറഞ്ഞിരുന്നതായി മുൻ MPയും MLAയുമായ K. സുരേഷ് കുറുപ്പാണ് വെളിപ്പെടുത്തുന്നത്. ഇതേ തുടർന്നാണ് VS സമ്മേളന വേദി വിട്ടിറങ്ങിയതെന്നും മാതൃഭൂമി ലേഖനത്തിൽ സുരേഷ് കുറുപ്പ് ചൂണ്ടിക്കാട്ടും. VS-ന്റെ വിയോഗ സമയത്ത് അദ്ദേഹത്തിന്റെ ജീവചരിത്രം രചിച്ചുകൊണ്ടിരുന്ന മുതിർന്ന നേതാവ് പിരപ്പൻകോട് മുരളിയുടെ ചില വെളിപ്പെടുത്തലുകളെ തുടർന്നാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം വീണ്ടും തലപൊക്കുന്നത്. 2012 തിരുവനന്തപുരം സംസ്ഥാന സമ്മേളന സമയത്ത് ഒരു യുവ നേതാവ് VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് അധിക്ഷേപമുയർത്തിയതായി പിരപ്പൻകോട് മുരളി വെളിപ്പെടുത്തിയിരുന്നു. VS തൊട്ടടുത്ത ദിവസം തന്റെ പ്രസംഗത്തിലൂടെ അതിന് മറുപടി നൽകിയ കാര്യവും പിരപ്പൻകോട് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത് വീണ്ടും വിവാദമായതോടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അതിരൂക്ഷ വിമർശനത്തിലൂടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് നിഷേധിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു പ്രമുഖ നേതാവായ K. സുരേഷ് കുറുപ്പ് സമാനമായ അനുഭവം വെളിപ്പെടുത്തി രംഗത്ത് വരുന്നത്. തിരുവനന്തപുരത്തിന് പിന്നാലെ 2015 ആലപ്പുഴ സമ്മേളനത്തിലും VS-നെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം നടത്തിയെന്നാണ് സുരേഷ് കുറുപ്പ് പറയുന്നത്. പക്ഷേ ആലപ്പുഴയിൽ പരാമർശം നടത്തിയത് ഒരു കൊച്ചു പെൺകുട്ടിയാണെന്ന് സുരേഷ് കുറുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം കടുത്ത വിമർശനങ്ങൾ താങ്ങാനാകാതെയാണ് VS ആലപ്പുഴയിലെ സമ്മേളനവേദി വിട്ടിറങ്ങിയതെന്ന ചർച്ചകളിലേക്കാണ് സുരേഷ് കുറുപ്പിന്റെ ലേഖനം വിരൽ ചൂണ്ടുന്നത്. VS-ന്റെ തട്ടകമായ ആലപ്പുഴയുടെ മണ്ണിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വേദിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത് എത്രത്തോളം വൈകാരികമായിരുന്നു എന്ന ചർച്ചകൾ അപ്പോൾ മുതൽ തന്നെ ചൂടുപിടിച്ചിരുന്നു. എന്നാൽ അതിനു കാരണമായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പ്രയോഗം ആലപ്പുഴ സമ്മേളനത്തിലും VS-ന് നേരിടേണ്ടി വന്നു എന്നതാണ് ഇപ്പോൾ സുരേഷ് കുറുപ്പ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ആ കൊച്ചു പെൺകുട്ടി ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും പേര് വെളിപ്പെടുത്താൻ സുരേഷ് കുറുപ്പ് തയ്യാറാകുന്നില്ല. എന്നാൽ പിരപ്പൻകോട് മുരളിയുടെ വാദങ്ങൾ അസംബന്ധമെന്നും തോന്നിയവാസമെന്നും പറഞ്ഞ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തലിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് അറിയേണ്ടത്. സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന മന്ത്രി V. ശിവൻകുട്ടി പ്രസ്താവനയെ തള്ളി രംഗത്ത് വന്നിട്ടുണ്ട്. സമ്മേളനത്തിൽ ഞാൻ ആലപ്പുഴ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത്. അങ്ങനെ ഒരു നേതാവ് അവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. പിരപ്പൻകോട് മുരളി പറഞ്ഞത് വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യമേ അല്ല. വിഭാഗീയതയുടെ കാലത്ത് പാർട്ടി സമ്മേളന വേദികളിൽ നിന്ന് VS കടുത്ത അധിക്ഷേപങ്ങളാണ് തുടർച്ചയായി നേരിടേണ്ടി വന്നതെന്ന വെളിപ്പെടുത്തലുകൾ മുതിർന്ന നേതാക്കൾ നടത്തുമ്പോൾ CPM വീണ്ടും പ്രതിരോധത്തിലാവുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന സുരേഷ് കുറുപ്പിന്റെ പ്രസ്താവനയെ തള്ളി ചിന്താ ജെറോം. ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആലപ്പുഴ സമ്മേളനം തന്റെ ആദ്യ സമ്മേളനമായിരുന്നു. പാർട്ടിക്ക് പിന്തുണ കൂടിയ ഘട്ടത്തിലാണ് ഈ കുപ്രചാരണമെന്നും ആരോപണങ്ങൾക്ക് പാർട്ടി നേതൃത്വം മറുപടി പറയുമെന്നും ചിന്താ ജെറോം വ്യക്തമാക്കി. മുഴുവൻ സമയവും സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് താനെന്നും അങ്ങനെ ഒരു പരാമർശം സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് DK മുരളിയും പ്രതികരിച്ചു. സുരേഷ് സഖാവ് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തെ പോലെ തന്നെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ് ഞങ്ങളെല്ലാവരും. പാർട്ടി നേതൃത്വം അത് സംബന്ധിച്ച് പ്രതികരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇല്ലാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മളെല്ലാം കേട്ട ഒരു സംഭവമാണല്ലോ. അങ്ങനൊരു പരാമർശം ആരുടെയും ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടായിട്ടില്ല. ചൂണ്ടിയാണ് വീണ്ടും എഴുതിയത്. VS-നെ CPM-ൽ നിന്ന് വേർപെടുത്തി ഒരു വ്യക്തിത്വമായി വളർത്താനുള്ള ഒരു നില VS-ന്റെ സ്വീകാര്യത കണ്ടുകൊണ്ടാണ്.
സുരേഷ് കുറുപ്പിന്റെ ആരോപണങ്ങളെ തള്ളി കടകംപള്ളി സുരേന്ദ്രൻ MLA എല്ലാ സമ്മേളനത്തിലും പങ്കെടുത്ത പ്രതിനിധി ആണ് താനെന്നും ഇത്തരമൊരു പരാമർശം എവിടെയും താൻ കേട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പിരപ്പൻകോട് മുരളിയുടെ ആരോപണവും അടിസ്ഥാനരഹിതമാണ്. M. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം VS ഒരു മാതൃകാ പുരുഷനാണ്. സ്വരാജ് ഉയർന്നുവരുന്നത് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ കരുതിക്കൂട്ടിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സമ്മേളനങ്ങളെല്ലാം പങ്കെടുത്ത ഒരു പ്രതിനിധിയാണ് ഞാൻ. ഈ സമ്മേളനങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരം ജില്ലയുടെ പ്രതിനിധിയായിട്ട് ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ എവിടെയും ഇത്തരമൊരു പരാമർശം കേട്ടിട്ടില്ല. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടം. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. അതേസമയം പാലക്കാട് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു. കൊടുമ്പ് സ്വദേശി മാരുമുത്തുവാണ് മരിച്ചത്. ശക്തമായ കാറ്റിനെ തുടർന്ന് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റായിരുന്നു മരണം. മധ്യ കേരളത്തിൽ തൃശൂർ ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്ന റോഡുകളെല്ലാം പൂർവ്വസ്ഥിതിയിലായി. കോട്ടയം ജില്ലയിൽ ഒറ്റപ്പെട്ട ചെറിയ മഴ മാത്രമാണ് ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയെ തുടർന്ന് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. കോട്ടയം താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങൾ വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണിയുടെ വക്കിലാണ്. കോട്ടയം, ചങ്ങനാശ്ശേരി താലൂക്കുകളിൽ ഇന്നലെ ഓരോ ദുരിതാശ്വാസ ക്യാമ്പുകൾ വീതം തുറന്നിരുന്നു. 2 ഇടത്തുമായി 4 കുടുംബങ്ങളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ആലപ്പുഴയിൽ അപ്പർ കുട്ടനാട് മേഖല ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ലിങ്ക് റോഡുകളിലെ ബസ് സർവീസുകൾ പലതും നിർത്തിവെച്ചു. ഒരു മാസത്തിനുള്ളിൽ 4 തവണയാണ് അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നത്. അതേസമയം തൃശൂരിൽ കനത്ത മഴ തുടരുകയാണ്. കുന്നംകുളം പഴുന്നാനയിൽ ഇന്ന് പുലർച്ചെ കെട്ടിടം തകർന്നു വീണു. ദീർഘകാലമായി ഉപയോഗിക്കാതെ കിടന്നിരുന്ന കോൺക്രീറ്റ് കെട്ടിടം ഒന്നാകെ റോഡിലേക്ക് നിലം പതിക്കുകയായിരുന്നു. ജനവാസ മേഖലയിലായിരുന്നു അപകടം. റോഡിൽ ആളുകളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. വാടാനപ്പള്ളി ബീച്ചിൽ രൂക്ഷമായ കടലേറ്റത്തെ തുടർന്ന് നിരവധി വീടുകൾ വെള്ളത്തിലായി. തെങ്ങുകളും മരങ്ങളും കടപുഴകി വീണു. തീരദേശത്തുള്ള വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ തിരമാല വീടുകളിലേക്ക് കയറുകയായിരുന്നു. വാടാനപ്പള്ളി ബീച്ച് മുതൽ പൊക്കാഞ്ചേരി ബീച്ച് വരെയാണ് കടലാക്രമണം രൂക്ഷമായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. ശക്തമായ കാറ്റിലും മഴയിലും വടക്കൻ കേരളത്തിലും കനത്ത നാശനഷ്ടം. മലപ്പുറത്ത് വൈദ്യുതി ലൈൻ പൊട്ടിവീണ് ഒരാൾ മരിച്ചു. കോഴിക്കോട് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതേസമയം ഉച്ചയോടുകൂടി വടക്കൻ കേരളത്തിൽ മഴയുടെ ശക്തി കുറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടമാണ് വടക്കൻ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ശക്തമായ കാറ്റിൽ വൈദ്യുതി ലൈൻ പൊട്ടിവീണ് മലപ്പുറത്ത് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. വേങ്ങര വെട്ടുതോട് തോട്ടിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് 18-കാരന് വൈദ്യുതാഘാതമേറ്റത്. കോഴിക്കോട് വിലങ്ങാട് ഇന്ന് പുലർച്ചെയുണ്ടായ ചുഴലിക്കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. നാദാപുരം മേഖലയിൽ 3 വാർഡുകളിലായി 15ഓളം വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. കോഴിക്കോട് മാറാട് ഗോതീശ്വരത്ത് കടൽക്ഷോഭം രൂക്ഷമായി. കടൽ കയറി പ്രദേശത്തെ റോഡ് തകർന്നു. മാവൂർ കച്ചേരിക്കുന്നിൽ 3 വീടുകളിൽ വെള്ളം കയറി. കക്കയം ഡാം തുറന്നതിനാൽ സമീപത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ മാനന്തവാടി താലൂക്കിൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ SAUP സ്കൂളിലും പിലക്കാവ് സെന്റ് ജോസഫ്സ് LP സ്കൂളിലും ആരംഭിച്ച ക്യാമ്പുകളിലേക്ക് 30 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ബാണാസുര സാഗർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ സ്പിൽവേ ഷട്ടറുകൾ 85 സെന്റിമീറ്ററായി ഉയർത്തി. അതേസമയം ഉച്ചയോടുകൂടി വടക്കൻ കേരളത്തിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. പത്തനംതിട്ട കോയിപ്പുറം നെല്ലിക്കലിൽ 2 യുവാക്കൾ മുങ്ങിമരിച്ചു. കാണാതായ ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പമ്പയാറിനോട് ചേർന്ന പുഞ്ചപ്പാടത്ത് ചെറുവള്ളത്തിൽ സഞ്ചരിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത്. നെല്ലിക്കൽ സ്വദേശി മിഥുൻ, കിടങ്ങന്നൂർ സ്വദേശി രാഹുൽ എന്നിവരാണ് മരിച്ചത്. നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് മിഥുന്റെയും രാഹുലിന്റെയും മൃതദേഹം കണ്ടെത്തിയത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഒരാളെ നാട്ടുകാർ കരയിൽ എത്തിച്ചിരുന്നു. കൊല്ലം തേവലക്കര സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSEB ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. KSEB ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന റിപ്പോർട്ടിൽ കണ്ടെത്തൽ. അതേസമയം സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി.
ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ KSEB ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് KSEB ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 8 കൊല്ലം മുമ്പ് ഷെഡ് നിർമ്മിച്ചപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് അനുമതി തേടിയിരുന്നില്ല. എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നടപടിയെടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലൈനിലേക്ക് സുരക്ഷിത അകലമില്ല എന്ന കാര്യം വ്യക്തമായതോടെ സ്കൂളിന് നോട്ടീസ് നൽകി ഇത് പരിഹരിക്കാൻ നടപടിയെടുത്തില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഷെഡ് പണിതത് ഇപ്പോഴത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാലത്തല്ല എന്നതുകൊണ്ട് ആർക്കെതിരെയും നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശയില്ല. ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത വീഴ്ച കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേരെടുത്തു പറയണമെന്നും അവർക്കെതിരെ നടപടി വേണമെന്നും മന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച് KSEB ചെയർമാന് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. കാലപ്പഴക്കം ചെന്ന സ്കൂൾ കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നു. തൃശൂർ മച്ചാട് വട്ടേക്കാട് നാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി ഗവൺമെന്റ് സ്കൂളിലെ കെട്ടിടമാണ് ഏത് നിമിഷവും നിലം പതിക്കാവുന്ന നിലയിലുള്ളത്. 65 വർഷം പഴക്കമുള്ള കെട്ടിടം പൊളിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ, ഏത് നിമിഷവും നിലംപതിക്കാവുന്ന നിലയിലുള്ള ഒരു സ്കൂൾ കെട്ടിടം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് കുട്ടികളെ എവിടെ നിന്ന് മാറ്റിയെങ്കിലും കെട്ടിടം പൊളിച്ചു മാറ്റാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. 65 വർഷത്തെ പഴക്കമുണ്ട് കെട്ടിടത്തിന്. പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെ പൊളിക്കാൻ സാധിക്കില്ലെന്നാണ് സ്കൂൾ അധികാരികളുടെ ഭാഷ്യം. റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ പൊളിഞ്ഞ അവസ്ഥയിലാണ്. മേൽക്കൂരയിലെ സിമൻ്റ് അടർന്ന കമ്പി തെളിഞ്ഞ നിലയിൽ. സ്കൂളിലെത്തുന്ന കുട്ടികൾ ഇടവേളകളിൽ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് എത്തുന്നത് വലിയ ആശങ്കയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഭൂരിപക്ഷം സമയത്തും കളിക്കുന്ന സമയത്ത് ആ ബിൽഡിങ്ങിൻ്റെ അടിയിലാണ് പോയി നിൽക്കുന്നതും കളിക്കുന്നതും പന്തെടുക്കാൻ വേണ്ടി ഓടി പോകുന്നതും എല്ലാം അങ്ങനെയാണ്. അതുമാത്രമല്ല, അതിൻ്റെ കോൺക്രീറ്റ് മുഴുവൻ അടർന്ന് മുകളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. നിരവധി തവണ ഇത് ആവശ്യപ്പെട്ടിട്ടും അധികാരികളുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടി ഇതുവരെ നടന്നില്ല. എപ്പോൾ ചോദിച്ചാലും ഇത് കടലാസ് നീക്കിയെന്ന് മാത്രമാണ് പറയുന്നത്. കാന വാരിയ സമയത്ത് ആ ബിൽഡിങ്ങിൻ്റെ തറയും താഴത്തേക്ക് പോയി. ഇപ്പോൾ ബിൽഡിങ് വടക്ക് ഭാഗത്ത് ചെറിയ ചെരുവുകളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് സമയത്തും അത് ഇടിഞ്ഞ് വീഴാം, അത് മെയിൻ റോഡിലേക്ക് വീഴാം. ആ റോഡിലേക്ക് വീണാൽ അവിടെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടികൾ വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ വിദ്യാർത്ഥികൾ ബസ് കയറാൻ വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ പ്രധാന ഗേറ്റിനോട് ചേർന്നിട്ടാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു ദുരന്തം ഈ മഴക്കാലത്ത് ഉണ്ടാകാനുള്ള സാഹചര്യം അവിടെ വന്നിട്ടുണ്ട്. റോഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്കൂൾ കെട്ടിടം റോഡിന്റെ പുനരുദ്ധാരണ വേളയിൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ നിലയിലാണ്. ഓട നിർമ്മാണത്തിന്റെ ഭാഗമായി കെട്ടിടത്തോട് ചേർന്ന് കുഴിയും എടുത്തിട്ടുണ്ട്. സ്കൂളിലെ കുട്ടികൾക്കും ഒപ്പം നാട്ടുകാർക്കും ഭീഷണിയായിരിക്കുന്ന കെട്ടിടം പൊളിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന പ്രദേശവാസികൾ പറയുന്നു. ജനങ്ങൾക്കും നാടിനും നമ്മുടെ കുട്ടികൾക്കും വരെ ഭീഷണിയുള്ള ഒരു സ്ഥലത്താണ് ആ ബിൽഡിംഗ് നിൽക്കുന്നത്. അത് പൊളിച്ചു മാറ്റാൻ വേണ്ട നടപടികൾ അധികൃതർ ഇതുവരെയും എടുത്തിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ അനുമതി കിട്ടുന്നില്ല എന്നാണ് അവരുടെ ഒരു വാദം. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഈ കെട്ടിടങ്ങളൊക്കെ പുതിയ കെട്ടിടങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് അത് പൊളിച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞു. 65 വർഷം പഴക്കം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ അതിൻ്റെ അടിയിലാണ് എപ്പോഴും. കാരണം ഓടിക്കളിച്ച് മഴക്കാലം കൂടി ആയപ്പോൾ ഓടിക്കളിച്ച് അങ്ങോട്ട് കയറുന്ന ഒരു സിറ്റുവേഷനാണ്. ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ കെട്ടിടം പൊളിച്ചു നീക്കാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് അധികൃതർ. അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടണമെന്നും വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയായിരിക്കുന്ന കെട്ടിടം പൊളിച്ചു നീക്കണമെന്നും നാട്ടുകാർ പറയുന്നു. അമൃത ന്യൂസ്, തൃശൂർ. സ്കൂൾ കെട്ടിടം എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ദുരന്തം സംഭവിച്ചതിനു ശേഷം നടപടിയെടുത്തിട്ട് കാര്യമില്ല എന്നും അധികൃതർ ഉടൻ ഇടപെടണമെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു. പ്രതികരണം നോക്കാം. എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു നീക്കാനുള്ള ഒരു പണി അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ ജീർണാവസ്ഥയിൽ നിന്ന് എത്രയും വേഗം ഈ കെട്ടിടം പൊളിച്ച് കളയാണ് അധികാരികൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു ദുരന്തം സംഭവിച്ചേക്കാൻ ചിലപ്പോൾ. ഇനി എന്തെങ്കിലും ഒരു അപകടം വന്ന് കഴിഞ്ഞിട്ട് നമ്മളതിന് ചെയ്തിട്ടൊരു കാര്യമില്ല. ഇപ്പം എല്ലാ ബിൽഡിങ്ങുകളും പുതിയതാക്കിയിട്ടുണ്ട്. ഇതാണെങ്കിൽ ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്. വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നൽകും. ഹരീഷ്, കൊല്ലം തേവലക്കര സ്കൂള് നമുക്ക് മുൻപിൽ ഉദാഹരണമായി തന്നെ ഉണ്ടല്ലോ. വിവരങ്ങൾ എന്താണ്? അധികൃതർ എന്താണ് പറയുന്നത്? നാട്ടുകാരുടെ ആരോപണങ്ങളൊക്കെ നമ്മൾ ഈ പ്രതികരണത്തിലൂടെയൊക്കെ കണ്ടല്ലോ ഹരീഷ്.
തൃശ്ശൂർ മച്ചാട് വട്ടേക്കാടുള്ള നാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടമാണ് വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുകയും ഒപ്പം ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. 65 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു കെട്ടിടമാണ് ഇപ്പോഴും ആ സ്കൂളിൻ്റെ റോഡിൻ്റെ വശത്ത് സ്ഥിതി ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള അപകടമാണ് ഈ ഒരു കെട്ടിടം ഉയർത്തുന്നത് എന്നുള്ളത്. കാരണം അതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, മുകൾ ഭാഗത്തുള്ള സിമെൻ്റ് എല്ലാം അടർന്ന് ആ കമ്പികളെല്ലാം പുറത്തേക്ക് വന്ന ഒരു സ്ഥിതിയാണ്. ഏതൊരു അവസ്ഥയിൽ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് തകർന്ന് വീഴാറായുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. വലിയൊരു കാറ്റോ ശക്തമായ മഴയോ ഒക്കെ പെയ്താൽ തന്നെ ഒരുപക്ഷെ വലിയ ദുരന്തം സംഭവിക്കുമെന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ചെറിയ കുട്ടികളടക്കം പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ്. മാത്രമല്ല റോഡിനോട് ചേർന്ന തന്നെയാണ് ഈ ഒരു പഴയ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റോഡിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ കെട്ടിടം തകർന്നു വീഴാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നതടക്കമാണ് ഇപ്പോൾ നാട്ടുകാരും ഈ പ്രദേശവാസികളും ഒക്കെ ഈ കുട്ടികളുടെ രക്ഷിതാക്കളടക്കം ആരോപിക്കുന്ന ഒരു കാര്യം. പലതവണ അധികൃതരെ ഇത് പൊളിച്ചു നീക്കണമെന്ന ആവശ്യമായി സമീപിച്ചതാണ്. പക്ഷേ ഈ കടലാസ് മൂവ് ചെയ്യുന്നില്ല എന്നതടക്കമുള്ള മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലോ ഇടപെടലുണ്ടാവുകയും ഈ ഒരു കെട്ടിടം പൊളിച്ചു മാറ്റുകയും രക്ഷിതാക്കൾ കുട്ടികളുടെയും അതുപോലെ തന്നെ പ്രദേശവാസികളുടെയും സുരക്ഷ അത് ഉറപ്പുവരുത്തണമെന്ന് ഒരു ആവശ്യമാണ് പ്രധാനമായി ഒരു പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. അതുതന്നെയാണ് ഹരീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ദുരന്തം സംഭവിച്ചതിന് ശേഷം നടപടിയെടുത്തിട്ട് കാര്യമില്ല എന്നത് തന്നെയാണ് മുന്നോട്ട് വെക്കാനുള്ളത്. വിവരങ്ങളാണ് തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നൽകിയത്. മനുഷ്യനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസമെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. കേവല വ്യക്തി കേന്ദ്രീകൃത വിദ്യാഭ്യാസം ഭാരതീയമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശിക്ഷാ സംസ്കൃതി ഉദ്യാനാസിന്റെ ആഭിമുഖ്യത്തിൽ ഇടപ്പള്ളി അമൃത ആശുപത്രിയിലെ അമൃതായനം ഹാളിൽ നടന്ന പൊതുസഭയിൽ വിദ്യാഭ്യാസത്തിലെ ഭാരതീയത എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ഡോക്ടർ മോഹൻ ഭാഗവത്. വികസിത ഭാരതം എന്നതിൽ മുഴുവൻ ലോകത്തിന്റെ ഏകതയെയാണ് ഉദ്ഘോഷിപ്പിക്കപ്പെടുന്നത്. എല്ലാറ്റിലും ഈശ്വരീയതയെ ദർശിച്ച് വിശ്വമംഗളം ആഗ്രഹിച്ചാണ് ഭാരതം എക്കാലവും പ്രവർത്തിക്കുന്നതെന്നും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞു. ഭാരതത്തിന് മറ്റൊരു പരിഭാഷ ഇല്ല. ഭാരതം എന്നത് ഭാരതം തന്നെയാണ്. സ്വത്വത്തിൽ നിന്നും നാം വ്യതിചലിച്ചു പോകുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശിക്ഷാമേ ഭാരതീയത, ഭാരത് की शिक्षा में भारतीयता, because we are all Bharat and we have to stand on our own. So doing that, first we have to think what is Bharat, what is education. Education we know what it is, to learn. But to learn what? Learn to earn. Only that. केवल उतना. वैसे देखा जाए तो अर्निंग और लर्निंग का कोई बहुत संबंध है ऐसा तो नहीं दिखता. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവശേഷിപ്പുകളുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും കോളനിവൽക്കരണത്തെ തുടച്ചു നീക്കുന്നതിന്റെ ആദ്യപടിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 ചടങ്ങിൽ അധ്യക്ഷ ഭാഷണം നടത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അഭിപ്രായപ്പെട്ടു. And now this particular government that is headed by Narendra Modi ji has come with some different education policy, and that education policy is something different from what has been taught to us all these years. What should be our education for future? What should be education for today? That is all being discussed in this particular policy. The policy is called National Education Policy 2020. But this particular Education Policy 2020 is the first attempt and serious attempt to decolonize our education system. ശിക്ഷാ സംസ്കൃതി ഉദന്യാസിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ജ്ഞാനസഭയ്ക്ക് കൊച്ചി അമൃതാശുപത്രിയിൽ തുടക്കമായി. ഇന്നും നാളെയുമായാണ് സമ്മേളനം നടക്കുക. കേരള VC മോഹൻ കുന്നുമ്മൽ, കാലിക്കറ്റ് VC ഡോക്ടർ P രവീന്ദ്രൻ, കണ്ണൂർ VC പ്രൊഫസർ ഡോക്ടർ KK സജു, കുഫോസ് VC A ബിജുകുമാർ തുടങ്ങിയ വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്ന് പാലോട് രവി തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ മുതിർന്ന നേതാവ് N ശക്തന് താൽക്കാലിക ചുമതല നൽകി KPCC നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി DCC പുനഃസംഘടന വേഗത്തിൽ നടത്താനാണ് നേതൃത്വത്തിന്റെ നീക്കം. അതേസമയം പാലോട് രവി തെറ്റ് ചെയ്തിട്ടില്ലെന്നും ചില പരാമർശങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്നും N ശക്തൻ പ്രതികരിച്ചു. തികച്ചും അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ സംഭവിക്കുന്നത്. DCC പ്രസിഡന്റായിരുന്ന പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണം പുറത്തുവന്ന മണിക്കൂറുകൾക്കകം തന്നെ നേതൃത്വം ഇടപെട്ട് രാജി ചോദിച്ചു വാങ്ങുകയും പിന്നാലെ മുതിർന്ന നേതാവ് N ശക്തന് താൽക്കാലിക ചുമതല നൽകുകയും ചെയ്തു.
താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ഒരു മുന്നറിയിപ്പ് എന്നോണം താൻ നടത്തിയ പരാമർശങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന വിശദീകരണം പാലോട് രവി നൽകിയെങ്കിലും നേതൃത്വം അതിലൊട്ടും തൃപ്തരായിരുന്നില്ല. KPCC അടിയന്തര യോഗം ചേർന്ന് KC വേണുഗോപാലിന്റെ കൂടി അഭിപ്രായം ചോദിച്ച ശേഷം നടപടി വേഗത്തിലാക്കുകയായിരുന്നു. നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് പാലോട് രവി സംസാരിച്ചതെങ്കിലും ചില പദപ്രയോഗങ്ങൾ അതിരുവിട്ടുപോയി എന്നതാണ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. എടുക്കാച്ചരക്കായി കോൺഗ്രസ് മാറുമെന്ന് ഒരു മുതിർന്ന നേതാവ് തന്നെ വിലയിരുത്തുമ്പോൾ അത് പാർട്ടിക്കുണ്ടാക്കുന്ന തിരിച്ചടി ചെറുതല്ല. CPM-ഉം BJP-യും വീണുകിട്ടിയ ആയുധം കോൺഗ്രസിനെതിരെ പ്രയോഗിക്കുന്നതിന് മുൻപ് തന്നെ അതിവേഗത്തിൽ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. താൽക്കാലിക ചുമതല മുൻ സ്പീക്കറും മുൻ മന്ത്രിയുമായ N. ശക്തന് നൽകി ജില്ലാ ഘടകത്തിലെ സംഘടനാ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കാനാണ് നേതാക്കളുടെ ശ്രമം. ഈ സ്ഥാനത്ത് വരുന്ന ഒരു DCC പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ഒരാൾക്ക് വളരെയേറെ പ്രവർത്തിക്കാനുള്ള സമയമാണ്. അത് തീർച്ചയായും ദീർഘനാളത്തെ എൻ്റെ പരിചയവും പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അത് പൂർണ്ണമായും പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കും. അതേസമയം രാജിക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പാലോട് രവി തയ്യാറായിട്ടില്ല. നിർണായകമായ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് നാളുകൾ മാത്രം ബാക്കി നിൽക്കെ DCC പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. VD സതീശൻ 3 ആഴ്ച മുൻപേ തന്നെ വീട്ടിൽ വന്ന് തന്നെ കണ്ടോട്ടെ എന്ന് ചോദിച്ചിരുന്നുവെന്ന വെള്ളാപ്പള്ളി നടേശൻ. വന്നോളൂ എന്നാണ് താൻ പറഞ്ഞത്. ആ സതീശനാണ് ഇപ്പോൾ തന്നെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നത്. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അഹങ്കാരിയും ധാർഷ്ട്യവുമുള്ള പ്രതിപക്ഷ നേതാവാണ് സതീശൻ. താൻ മുസ്ലിം വിരോധിയല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ഈ സതീശൻ എന്നെ ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് കണ്ടൊന്ന് സംസാരിക്കാൻ ഒരവസരം തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വരാം, എൻ്റെ വീട്ടിലേക്ക് വരാം, ആർക്കും വരാം, എന്തും സംസാരിക്കാം. എനിക്ക് പ്രത്യേകിച്ച് ആരോടും ഒരു പ്രത്യേക വിരോധവും ഇല്ല. കായിക വാർത്തകൾ നോക്കാം. ഇംഗ്ലണ്ടിനെതിരായ 4ാം ടെസ്റ്റ് സമനിലയിൽ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ ലീഡ് നേരിടുന്നു. 174-2 എന്ന സ്കോറിൽ അവസാന ദിനം ക്രീസിലിറങ്ങിയ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 425 റൺസ് എടുത്തപ്പോഴാണ് സമനിലയിലേക്ക് എത്തിയത്. ഇന്ത്യൻ നിരയിൽ 3 പേർ സെഞ്ചുറി നേടി. 103 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലും 107 റൺസ് എടുത്ത രവീന്ദ്ര ജഡേജയും 101 റൺസ് എടുത്ത വാഷിംഗ്ടൺ സുന്ദറുമാണ് സെഞ്ചുറി നേട്ടം കൈവരിച്ചത്. 90 റൺസ് എടുത്ത് KL രാഹുലും മികച്ച പിന്തുണ നൽകി. ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സിന്റെ തുടക്കം മോശമായിരുന്നു. സ്കോർ ബോർഡ് തുറക്കും മുൻപേ 2 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. ആദ്യം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 669 റൺസ് എടുത്തിരുന്നു. 311 റൺസ് ലീഡാണ് 1ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന് ഉണ്ടായിരുന്നത്. സമനിലയോടെ 5ാം ടെസ്റ്റ് നിർണായകമായി. ബത്തുമിയിൽ നടന്ന ഫിഡെ ചെസ് വനിതാ ലോക ഫൈനലിൽ ഇന്ത്യയുടെ കൊനേരി ഹംപിയും ദിവ്യ ദേശ്മുഖും തമ്മിലുള്ള 2ാം മത്സരവും സമനിലയിൽ. വനിതാ ലോക ജേതാവിനെ കണ്ടെത്താനുള്ള ടൈ ബ്രേക്കർ തിങ്കളാഴ്ച നടക്കും. ശനിയാഴ്ച നടന്ന ആദ്യ മത്സരവും സമനിലയിൽ പിരിഞ്ഞു. 2 മത്സരങ്ങളും സമനിലയിലായതോടെ ഇരുവർക്കും 1 പോയിന്റ് വീതമായി. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണ് സംഘപരിവാർ എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ ക്രൈസ്തവ ഭവനങ്ങളിലും പള്ളിമേടകളിലും കേക്കുമായി എത്തുകയും മറ്റ് സ്ഥലങ്ങളിൽ ക്രൈസ്തവ ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുകയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നും VD സതീശൻ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. മാതാപിതാക്കളുടെ അനുവാദത്തോടെ പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുപോയ കന്യാസ്ത്രീകളെ മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് ജയിലിലടച്ച ഛത്തീസ്ഗഡിലെ BJP സർക്കാരിന്റെ നടപടി പ്രാകൃതവും നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ബജറംഗദൾ പ്രവർത്തകരുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണ് പോലീസ് നടപടിയുണ്ടായത്. രാജ്യത്തുടനീളം BJPയും സംഘപരിവാരങ്ങളും നടത്തുന്ന ക്രൈസ്തവ വേട്ടയുടെ തുടർച്ചയാണിതെന്നും സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. കോൺവെന്റിൽ ജോലിക്കെത്തിയവരെ കൂട്ടിവരാൻ ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, പ്രീതി എന്നീ കന്യാസ്ത്രീകളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത ശേഷം ഇവരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബന്ധുക്കൾ പരാതിയുമായി സമീപിച്ചുവെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വിഷയത്തിൽ നേരിട്ട് ഇടപെടണമെന്നും സുതാര്യവും നീതിയുക്തവുമായ നടപടി ഉറപ്പാക്കണമെന്നും
മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത സി വന്ദന ഫ്രാൻസിസിന്റെ വീട് സന്ദർശിച്ച അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA പ്രായപൂർത്തിയായ പെന്തക്കോസ് സഭാ വിഭാഗത്തിൽപ്പെട്ട 3 യുവതികളെ മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം കോൺവെന്റിലെ ജോലിക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുപോകുന്ന വഴിയിലാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റിലാകുന്നത്. കള്ളക്കേസിൽ കുടുക്കിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് സി വന്ദനയുടെ സഹോദരൻ ജിൻസ് ഫ്രാൻസിസ് പറഞ്ഞു. ആൾക്കാർ അവിടെ വെച്ച് സ്റ്റേഷനിൽ കയറി ഇത് മറ്റു പല കാരണങ്ങളും പറഞ്ഞ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടാണുള്ളത്. ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച് അവരെ തുറന്നു വിടണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. സൗമ്യ വധക്കേസിലെ കൊടും കുറ്റവാളി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തു ചാടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. പുറത്തിറങ്ങിയ ശേഷം അഴികൾ തൽസ്ഥാനത്ത് കെട്ടിവച്ചതിന് ശേഷമാണ് പുറത്തേക്ക് കടക്കുന്നത്. ജയിലിലെ 10-ാം നമ്പർ ബ്ലോക്കിലെ 4-ാം നമ്പർ സെല്ലിലാണ് ഇയാളെ താമസിപ്പിച്ചത്. സെല്ലിലെ കമ്പി മുറിച്ച് പുറത്തിറങ്ങി വലിയ ചുറ്റുമതിൽ തുണികൾ കൂട്ടിക്കെട്ടി വടമാക്കിയാണ് പുറത്ത് ചാടിയത്. ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ വിവാദ പ്രസ്താവന നടത്തിയ കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അബ്ദുൾ സത്താറിനെ സസ്പെൻഡ് ചെയ്തു. ഗോവിന്ദചാമി ജയിൽ ചാടാൻ നേരത്തെ പദ്ധതിയിട്ടിരുന്നതായി കണ്ണൂർ സെൻട്രൽ ജയിൽ മുൻ സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കൂടിയായ അബ്ദുൾ സത്താറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് നടപടി. വകുപ്പിനെതിരെ പ്രതികൂല വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അബ്ദുൾ സത്താർ ഇക്കാര്യങ്ങൾ പറയുന്നതിനായി ഒരു ചാനലിലൂടെ വാർത്തകൾ പുറത്തുവന്നത്. ഇത് വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുമെന്ന സാഹചര്യത്തിലാണ് ദക്ഷിണമേഖലാ ജയിൽ DIG നടപടിയെടുത്തിരുന്നത്. ജയിൽ ചാടുമെന്ന് ഗോവിന്ദചാമി തന്നോട് പലതവണ ഭീഷണി സ്വരത്തിൽ പറഞ്ഞിരുന്നുവെന്നും ജയിൽ ചാടി വന്നാൽ തന്റെ കുടുംബാംഗങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്ന് ഗോവിന്ദചാമി ഭീഷണിപ്പെടുത്തിയതായും ജയിൽ ചാടിയതോടെ ഭയം കൊണ്ട് അവധിയെടുത്തുവെന്നും അബ്ദുൾ സത്താറിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവരുന്നു. ഇത് ഗുരുതരമായ അച്ചടക്ക വീഴ്ചയായി കണ്ട് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ദക്ഷിണമേഖലാ ജയിൽ DIG ഉത്തരവിട്ടത്.